ഹലോ ട്രേഡേഴ്സ്, നമ്മൾ മാർക്കറ്റിൽ നോക്കിയപ്പോൾ കഴിഞ്ഞ സീസണിൽ, അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ മാർക്കറ്റ് അനാലിസിസ്, അതായത് ഒരു മാർക്കറ്റ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് മാർക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മാർക്കറ്റിൻ്റെ ഒരു 50% ഓഫ് കറപ്ഷൻ വെച്ചിട്ട് ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മാർക്കറ്റിൽ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ അനാലിസിസ് ചെയ്യുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റിൽ എപ്പോഴും ലിക്വിഡിറ്റീസ് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും, മാർക്കറ്റ് സ്ട്രക്ചർ ഒരു പരിധി വരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാപ്പ് അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി ഗ്രാബിന് ശേഷമുള്ള, അതായത് മാനിപ്പുലേഷന് ശേഷമുള്ള ഒരു പ്രോപ്പർ ഒരു ട്രേഡിലോട്ട് എൻട്രി ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഐഡൻറ്റിഫിക്കേഷൻ മൂലം ഉണ്ടാകുന്ന മാനിപ്പുലേഷൻസ് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ പറയുന്നത് ഈ ഒരു മാർക്കറ്റ് നമുക്കൊരു ചെറിയൊരു 1 hour ടൈം ഫ്രെയിം നോക്കാം. GBP സെയിം ചാർട്ട് നമ്മളൊരു 1 hour അനാലിസിന് ബേസ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇവിടെ നിന്ന് ട്രെൻഡ് ചേഞ്ച് മൂവ് ചെയ്തു. കാരണം മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇതാ ഒരു സ്വിംഗ് ലോ, ദെൻ സ്വിംഗ് ഹൈ, ദെൻ ഒരു സ്വിംഗ് ലോ, then swing high, swing low, swing high, swing low, then swing low, again swing low. മാർക്കറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു കണ്ടീഷനിലോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ട്രെൻഡ് ചേഞ്ച് ആയി നമുക്ക് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും മാർക്കറ്റിൽ ഒരു ഈക്വൽ ഹൈ കിട്ടിയത് കൊണ്ട് മാത്രം മാർക്കറ്റ് ട്രെൻഡ് ചേഞ്ച് ആയി നമുക്ക് ഷോർട്ടായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇത് നോക്കാം, നിങ്ങൾക്ക് ഒരു ഈക്വൽ സ്വിംഗ് ഹൈസ് ഉണ്ട് ഇവിടെ. മാർക്കറ്റ് ഒരിക്കലും സ്വിംഗ് ഹൈ പുതിയത് ബ്രേക്ക് ചെയ്തിട്ടില്ല, മറിച്ച് എന്ത് ചെയ്തു, ഈ ലെവലിൽ നിന്ന് റിജക്ഷനാണ് കിട്ടിയിരുന്നത്. പക്ഷേ ഇതിനെ വെച്ചുകൊണ്ട് തന്നെ നമുക്കത് ഒരു ട്രെൻഡ് ചേഞ്ചിങ് മൂവ്മെൻ്റ് ആയിട്ട് നമുക്കിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. റീസൺ എന്താ വെച്ചാൽ മാർക്കറ്റ് ഒരു ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രീവിയസിലുള്ള ഈ ഒരു സ്വിംഗ് ലോ കൂടി ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഷുവറായിട്ട് കൺഫേം അറിയായിരുന്നു മാർക്കറ്റ് എന്ത് ചെയ്തു, ട്രെൻഡ് ചേഞ്ച് ആയിരുന്നു. ഇല്ല, ഈ ഒരു ഈക്വൽ ഹൈസിനെ കണ്ടിട്ട് നമ്മൾ സെല്ല് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനും നമുക്ക് ലോസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ മറിച്ച് ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഈക്വൽ ഹൈസ് വന്നു, കണ്ടോ, 1 2 2 പ്രാവശ്യം ഈക്വൽ ഹൈസ് വന്നു. ഏകദേശം ഇത് കൂടി ടാപ്പ് ചെയ്ത് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യം, അതായത് 3 times നമ്മുടെ മാർക്കറ്റ് എന്ത് ചെയ്ത് ഒരേ ഹൈസിലേക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ വന്നിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാപ്പിന് ശേഷം മാർക്കറ്റ് എന്താ ചെയ്ത്, പ്രീവിയസിലുള്ള സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യണത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിക്കും ഇതൊരു സ്വിംഗ് ലോ ബ്രേക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒബ്വിയസ്ലി നമുക്കതൊരു സ്വിംഗ് ലോ ബ്രേക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. റീസൺ എന്താ വെച്ചാൽ മാർക്കറ്റിൽ ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ലോ അല്ലെങ്കിൽ ആ ഒരു ഹൈ ബ്രേക്കിന് ശേഷം മൾട്ടിപ്പിൾ ക്യാൻഡിൽസിൻ്റെ ക്ലോസിങ് നമുക്ക് താഴെ കിട്ടണം. ഇപ്പോൾ കറൻ്റ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്വിംഗ് ലോയുടെ താഴേക്ക് മാർക്കറ്റ് എന്ത് ചെയ്തു, ക്യാൻഡിൽസ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺഫേം ചെയ്യാം മാർക്കറ്റ് എന്ത് ചെയ്തു, സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തു. അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റ് ഈക്വൽസ് ഹൈസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തു. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് ടാപ്പ് ചെയ്തതാണ്. അതായത് ഒരു പ്രൈസിലല്ല, മാർക്കറ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു ലെവലിലാണ് ടെസ്റ്റ് ചെയ്തെങ്കിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാനും ഇവിടെ ഒന്നുകൂടി പോയി ടാപ്പ് ചെയ്ത് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ നല്ലൊരു വോളിയം ഓഫ് പ്രഷർ സെല്ലിംഗ് ഉള്ളതുകൊണ്ടും അതല്ലല്ലോ ഒരു 3 time ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിലെ മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ടാപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ടും മാർക്കറ്റിൽ എന്താ നമുക്ക് മനസ്സിലാവുക വെച്ചാൽ ഈ മൊമെൻറ്റം പോയിരിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ ലെവൽ വരെയും ഈ ഒരു മൊമെൻറ്റം പോയിരിക്കുന്നത് കുറച്ചും കൂടി മേലേക്കും. അതിനുശേഷം എന്ത് ചെയ്തു, ഏകദേശം സിമിലർ ടു ഈ ഒരു പ്രൈസ് റേഞ്ചിനെയാണ് മാർക്കറ്റ് എന്തെങ്കിലും ടാപ്പ് ചെയ്തിരിക്കുന്നത്. ദെൻ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തു. അതായത് നമുക്ക് കിട്ടുന്ന ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഈ ഒരു താഴെ പോർഷനിലായിട്ടാണ്. ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, BOS കിട്ടിയത്. സോ സ്വിംഗ് ലോ, അതായത് പുതിയൊരു സ്വിംഗ് ലോയാണ് മാർക്കറ്റ് പിന്നീട് എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്തത്. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്തിടാം BOS. ആഫ്റ്റർ ദി BOS കൺസിഡറേഷൻ മാർക്കറ്റ് ക്രിയേറ്റഡ് എ ന്യൂ ലോ. ഓക്കെ, സോ പുതിയൊരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തു. ഇറ്റ് മീൻസ് മാർക്കറ്റ് ഡൗൺവേർഡ് മൂവ്മെൻറ്റത്തിലോട്ട് സ്വിച്ച് ചെയ്തു എന്നാണ് നമുക്ക് ഷോ ഓഫ് ചെയ്യുന്നത്. ആൻഡ് ദ സെയിം സിനാരിയോ വി ക്യാൻ അനലൈസ് ദ റീട്രേസ്മെന്റ് പ്ലോയ്സ്. ആൻഡ് വെൻ വി ആർ കൺസിഡറിംഗ് ദ ഫിബൊനാച്ചി റീട്രേസ്മെന്റ് യു ക്യാൻ ഫൈൻഡ് ഈസിലി ഫ്രം ദിസ് പർട്ടിക്കുലർ ഏരിയ. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് വെച്ചു. മാർക്കറ്റിൻ്റെ 50% കറപ്റ്റ് ചെയ്തു. മാർക്കറ്റിൻ്റെ 50% നമുക്ക് എന്ത് ചെയ്യുക, ഒരു ട്രേഡ് പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റി. ദെൻ മാർക്കറ്റ് എന്ത് ചെയ്തു, അതിൻ്റെ ഫ്ലോ ഔട്ട് ചെയ്തിട്ടുണ്ട് താഴേക്ക്. അപ് ടു ദ ബോട്ടം ലെവൽ എന്ന് പറയുമ്പോൾ ഈ ഒരു കൺസിഡറേഷനിൽ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ബോട്ടം ലെവലിലോട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് നമ്മൾ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി നമ്മൾ ഫിബൊനാച്ചി വെച്ച് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് സെൽ പൊസിഷൻ ഇവിടെ നിർത്തും. ദെൻ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, മാർക്കറ്റിൻ്റെ ഒരു ലെവൽ 3 level എബോവ് നമ്മൾ കീപ്പ് ചെയ്തു. 50% വെച്ചു. ദെൻ മുകളിലേക്കായിട്ട് ഒരു 705 നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ലോസ് വെച്ചു. 70% നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചു. ദെൻ നെക്സ്റ്റ് ഡൗൺ ടു ദ ബോട്ടം നമ്മൾ ടാർഗറ്റ് വെച്ചു. മാർക്കറ്റ് ഇസ് കവേർഡ് ഫോർ ദ ടാർഗറ്റ്. ഓക്കെ, സോ ഈ ഒരു സിനാരിയോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ എന്ത് ചെയ്തു, ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ് മാത്രം വെച്ചല്ല നമുക്ക് എന്ത് ചെയ്യുക, ഇതിൽ ട്രേഡ് എടുക്കാൻ പറ്റുക. ഇത് വൺ ഓഫ് ദ മെത്തേഡാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത്. ഇതിനപ്പുറത്തേക്ക് അതായത് നമ്മൾ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യുക, വേറെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മെത്തേഡ്സ് ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. ഈ ഒരു ലെവൽ ഓഫ് ട്രാവലിംഗ് മൂവ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് എന്താ കിട്ടുന്നത് നോക്കാം നമുക്ക്.
മാർക്കറ്റ് ഈ ഒരു മെത്തേഡ് ഫസ്റ്റ് മെത്തേഡ് കേട്ടോ, അതായത് മാർക്കറ്റ് സ്ട്രക്ചർ അനാലിസിസ് വെച്ചിട്ട് സ്വിംഗ് ഹൈ സ്വിംഗ് ലോ ബ്രേക്ക് വെച്ചിട്ട് ഫിബൊനാച്ചി ലെവലിൽ ക്ലബ് ചെയ്തിട്ടുള്ളൊരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ റിവീൽ ചെയ്ത്. ദെൻ നെക്സ്റ്റ് ലെവലിലോട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നോക്കാം. നമുക്കിവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തു. ദെൻ എന്താണ് നടക്കുന്നത് നോക്കാം. കണ്ടിന്യൂസ്ലി ഒരു സ്വിംഗ് ഹൈ സ്വിംഗ് ലോ ദെൻ സ്വിംഗ് ഹൈ, ദെൻ ഇതൊരു സ്വിംഗ് ലോ, ഇതൊരു സ്വിംഗ് ഹൈ, ഇതൊരു സ്വിംഗ് ലോ, ഇതൊരു സ്വിംഗ് ഹൈ, ദെൻ സ്വിംഗ് ലോ സ്വിംഗ് ഹൈ സ്വിംഗ് ലോ, ദെൻ എന്ത് ചെയ്തു സ്വിംഗ് ഹൈ, ദെൻ മാർക്കറ്റ് സ്വിംഗ് ലോ, ദെൻ മാർക്കറ്റ് മൂവ്മെൻറ്റ്. ഓക്കെ, ദെൻ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലെവൽ ഓഫ് ടാർഗറ്റ് ഇത് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ലെവൽ ഓഫ് ടാർഗറ്റ് എടുക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. നോർമലി ഈ ഒരു മെത്തേഡ് നമുക്ക് നോക്കാം. ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു പർട്ടിക്കുലർ ഏരിയയെ നമുക്ക് എന്ത് ചെയ്ത് തന്നിട്ടുണ്ട് മാർക്കറ്റ് ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് മുന്നുള്ള മാർക്കറ്റ്, അതായത് ഒരു ചേഞ്ച്, അതായത് ട്രെൻഡ് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് ചേഞ്ച് ആക്കി എന്നൊരു കണ്ടീഷൻ ഷോ ഓഫ് ചെയ്തു. അതായത് സ്വിംഗ് ലോനെ ബ്രേക്ക് ചെയ്തു, ന്യൂ ബി ഒ എസ് അവിടെ കിട്ടി നമുക്ക്, അതായത് പുതിയതായിട്ടൊരു ട്രെൻഡ് ചേഞ്ചിങ് ബി ഒ എസ് ആയിട്ട് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഏരിയനെ കൺസിഡർ ചെയ്യാം. റൈറ്റ്, അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ബി ഒ എസ് മാർക്ക് ചെയ്തു. സോ ഇതെന്ത് ചെയ്തു, അപ് ട്രെൻഡിലോട്ട് ചേഞ്ച് ആയി എന്നുള്ള കണ്ടീഷനാണ് നമുക്ക് ഏകദേശം ഷോ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫിബ് ലെവലിൽ നോക്കിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 50% റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്താക്കണം കാണാൻ പറ്റും നിങ്ങൾക്ക്. കാരണം ഇതിന് കൂടുതൽ രീതിയിലോട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ മാർക്കറ്റ് ലിക്വിഡിറ്റി എന്നൊരു കൺസെപ്റ്റും കൂടി ഞാൻ പറഞ്ഞു കൺസിഡർ ചെയ്യണമെന്ന്. അത് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ഇൻ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു മാർക്കറ്റ് ലിക്വിഡിറ്റി ഇംബാലൻസുകൾ ഉള്ളതുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ വരെ പോയിട്ടും മാർക്കറ്റ് ഡൗണിലേക്ക് വരെയും. സോ ഇവിടെ കുറച്ച് ലിക്വിഡിറ്റി ആഡ് ചെയ്ത് വീണ്ടും ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. അതെങ്ങനെയാണ് നോക്കാം. മാർക്കറ്റ് സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താ ക്രിയേറ്റ് ചെയ്ത് നോക്കി, ഈക്വലി ഒരു പർട്ടിക്കുലർ ഏരിയ, അതായത് മറ്റേതുപോലെ തന്നെ മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ സോണിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനെ നമ്മളൊരു സോണായിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സോണിനെ നമ്മൾ കൺസിഡർ ചെയ്തു, മൾട്ടിപ്പിൾ ഏരിയാസ് ടെസ്റ്റ് ചെയ്തു. ദെൻ ഇതിനെ നമുക്കൊരു പ്രൊട്ടക്റ്റഡ് ലോ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതൊക്കെ എന്താണെന്ന് ഇൻ ഫ്യൂച്ചറിലോട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. നോർമലി സിമ്പിളായിട്ടൊരു ലോജിക്കാണ് ചെയ്യുക, പ്രൊട്ടക്റ്റഡ് ലോ അവിടെ കിടക്കട്ടെ, നമ്മളത് കൺസിഡർ ചെയ്യേണ്ട. നമുക്കിവിടെ നോക്കാം. ഇവിടെ നോക്കുമ്പോൾ എന്താണ്, മാർക്കറ്റ് മൾട്ടിപ്പിൾ ലെവലിൽ ഒരു പ്രൈസിങ് ഏരിയനെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ട്രെൻഡ് ചേഞ്ച് മൂവ്മെൻറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞിട്ടുണ്ട് ഞാൻ, പ്രീവിയസിലുള്ള സ്വിംഗ് ഹൈ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണം. അതായത് ട്രെൻഡ് ചേഞ്ചിങ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രീവിയസിലുള്ള സ്വിംഗ് ഹൈ ഇതായിരുന്നു. ദെൻ ഈ ഒരു മാർക്കറ്റിൽ എന്തായിരുന്നു, പ്രീവിയസിലുള്ള സ്വിംഗ് ലോ എന്ന് പറയുന്നത് ഇതായിരുന്നു. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ പ്രീവിയസിലുള്ള സ്വിംഗ് ഹൈ വരുന്നത് ഇവിടെയാണ്. ഇത് ബ്രേക്ക് ചെയ്താലേ നമുക്ക് അപ് ട്രെൻഡ് കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ അപ് ട്രെൻഡിലേക്ക് കൺവേർട്ട് ആയി നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് പറ്റി, ഒരു മൈനർ ലെവലിൽ പ്രീവിയസ് സ്വിംഗ് ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മേജറല്ല, മൈനറായിട്ട് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ താഴെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, മൾട്ടിപ്പിൾ ടൈംസ് ഒരേ പ്രൈസ് ലെവലിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്നായിരിക്കും നമുക്ക് ഓബിയസ്ലി ഒരു റീറ്റെയിൽ ട്രേഡറും അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ട്രേഡേഴ്സ് എന്ത് ചെയ്യുക, ഒരു സെല്ല് ചെയ്യുന്നതും ബൈ ചെയ്യുന്നതും. സോ മൾട്ടിപ്പിൾ ടൈംസ് ടെസ്റ്റ് ചെയ്യുന്ന ഈ പർട്ടിക്കുലർ ഏരിയയുടെ താഴെയായിരിക്കും റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. സോ ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യലാണ് മാർക്കറ്റ് മേക്കേഴ്സ് മെയിനായിട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു മാർക്കറ്റ് മേക്കേഴ്സിൻ്റെ പ്ലേ ആണ് ഈ ഒരു ഹൈ സെല്ലിംഗ് ഫോൾ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഉള്ള ആളുകളുടെയൊക്കെ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ലോസ് ഗ്രാബ് ചെയ്തു. ഗ്രാബ് ചെയ്തതിന് ശേഷം എന്താണ് ക്രിയേറ്റ് ചെയ്തത്, ഇവിടെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു ബുള്ളിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിൽ ക്രിയേഷന് ശേഷം, അതായത് ഒരു സെല്ലിംഗ് പ്രഷർ അത്രയും ഷോ ഓഫ് ചെയ്തിട്ട് അതിനേക്കാളും ഡബിൾ ക്വാണ്ടിറ്റിയിൽ മാർക്കറ്റ് ബൈയിങ് കയറ്റിയിട്ട് എന്ത് ചെയ്തു, ബുള്ളിഷ് എൻഗുൾഫിംഗ് ഷോ ഓഫ് ചെയ്യും. അവിടെ നിന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്ത് ട്രാവൽ ചെയ്ത് മേലേക്ക് പോവുകയാണ് ചെയ്തത്. സോ ഇവിടെ നമുക്കൊരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും ഇൻസ്റ്റൻ്റ്ലി. നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബിന് ശേഷമുള്ള ആഫ്റ്റർ ദ മാനിപ്പുലേഷൻ മാർക്കറ്റിൽ ഒരു ട്രേഡ് എൻ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റും. നമ്മളൊരു ചെറിയ ടൈം ഫ്രെയിമിൽ നമ്മൾ എന്തോ മാർക്കറ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 മിനിറ്റ് നമ്മൾ ബേസ് ചെയ്ത് അനലൈസ് ചെയ്യാന്നിരിക്കാം. നമുക്ക് എന്തുണ്ട്, പ്രീവിയസ്ലിയുള്ള സ്വിംഗ് ഹൈ ആയിട്ട് ചെറിയ ടൈം ഫ്രെയിമിൻ്റെ സ്വിംഗ് ഹൈ ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ലെവൽ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ ബ്രേക്കിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ സഡൻ എൻട്രി ചെയ്യാം. ഇത് റീടെസ്റ്റ് ഉണ്ട്, കറപ്ഷൻ റീടെസ്റ്റിലുള്ള ഒരു എൻട്രി എടുക്കുക. ഇത് എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നോർമലി ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മാർക്കറ്റ് മാനിപ്പുലേഷൻ ശേഷം മാർക്കറ്റ് ഒരു 1 ഹവറിൽ ഒരു സ്ട്രോങ് ക്യാൻഡിൽ, അതായത് ഒരു ബുള്ളിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിൽ ഷോ ഓഫ് ചെയ്യും. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, നല്ലൊരു ബൈ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ഈ ലെവലിലേക്ക് ടാർഗറ്റ് മീറ്റ് ചെയ്യുകയും ചെയ്തു. അതാണ് മാർക്കറ്റിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന കണ്ടീഷൻ. സോ മാർക്കറ്റിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ലെവൽസ് ടെസ്റ്റിങ്ങിലുള്ള ലിക്വിഡിറ്റി ഏരിയാസ് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും, മാർക്കറ്റ് സ്ട്രക്ചർ അനാലിസിസ് നമ്മൾ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. അതിനപ്പുറത്തേക്ക് മാർക്കറ്റ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്ന വേറെ മെത്തേഡുകളുണ്ട്. അത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. സോ സീ യു സൂൺ.